നോക്കൂ, നമ്മളിനി അടുത്തതായിട്ട് സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, ഇപ്പം നമ്മൾ 500 ml കോക്കനട്ട് ഓയിലിൽ നിന്ന് ഇത് 500 ml കോക്കനട്ട് ഓയിലാണ്. ഇതിനകത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു മഗ്ഗിനകത്ത് ഇറക്കി വെച്ചതാണ്. അപ്പോൾ 500 ml കോക്കനട്ട് ഓയിലിൽ നിന്ന് ഏകദേശം 900 ഗ്രാം സോപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായത് നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതിനകത്ത് നമ്മൾ ഈ പെട്രി ഡിഷിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. പിന്നെ ഇത് 250 ml വാട്ടറാണ്. ഇത് 150 ഗ്രാം സ്റ്റോൺ പൗഡർ എന്ന് പറയും. നമ്മൾ ഇതിനകത്ത് ഫില്ലറായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് അതിനൊരു സോളിഡായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു സോളിഡ് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ഹാർഡ് ആവാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ സ്റ്റോൺ പൗഡർ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് ആവശ്യത്തിന് കളർ ചേർക്കാൻ കുറച്ച് കളറും അതുപോലെ തന്നെ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫ്യൂമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഏകദേശം നമുക്കറിയാം ഈ കോക്കനട്ട് ഓയിലിനകത്ത് ഏകദേശം പലതരത്തിലുള്ള ഫാറ്റി ആസിഡ്സുകൾ ഉണ്ട്. അപ്പോൾ ആ ഫാറ്റി ആസിഡ്സിനെല്ലാം ഏകദേശം സാപ്പോണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കോൺസെൻട്രേറ്റഡ് ആയ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഏകദേശം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 90 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ആ 90 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡിനെ 250 ml ആണ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 500 ml കോക്കനട്ട് ഓയിലുള്ള എല്ലാ ഫാറ്റി ആസിഡ്സിനെയും ഏകദേശം അവിടെ സാപ്പോണിഫൈ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 8 to 9 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 90 ഗ്രാം നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കതിനെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ തരാം, അതിനെ 250 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നല്ല എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് മാത്രമേ ഈ പ്രോസസ്സ് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കുറഞ്ഞ വോള്യത്തിൽ 250 ml 90 ഗ്രാം ഡിസോൾവ് ചെയ്യുമ്പോൾ നല്ല ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഇത് ചെയ്യണം. അങ്ങനെ ഡിസോൾവ് ചെയ്തതിന് ശേഷം ആ ഹീറ്റ് പോകുന്നത് വരെ കാത്തുക്കണം. ഏകദേശം നമ്മളൊരു 5 മണിക്കൂറെങ്കിലും ഇതിനെ വെയിറ്റ് ചെയ്യണം, ഇത് ഡിസോൾവ് ചെയ്തതിന് ശേഷം. ഓക്കെ, അതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഡിസോൾവ് ചെയ്തെടുക്കാം. ഈ 90 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമുക്ക് 250 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്തെടുക്കാം ആദ്യം. നമുക്ക് നന്നായിട്ട് ഇതിനെ കുറച്ച് നേരം സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഇതിനെ പുറത്ത് തൊട്ടാൽ നമുക്ക് മനസ്സിലാവും നല്ല ഹീറ്റ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കെയർഫുൾ ആയിട്ട് ചെയ്യണം. അങ്ങനെ ഇതിന് ഹീറ്റ് പോകുന്നത് വരെ ഏകദേശം നമ്മളൊരു 5 മണിക്കൂറെങ്കിലും ഇതിനെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ കോക്കനട്ട് ഓയിലിനെ സാപ്പോണിഫൈ ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം. ഓക്കെ, നോക്കൂ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെ 500 ml കോക്കനട്ട് ഓയിൽ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കാം. നിങ്ങൾക്ക് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഓയിലും കമ്പനിയുടെ ഓയിലും അവൈലബിൾ ആണ്, ഏതും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് നമ്മൾ ഇതിനകത്ത് മാറ്റി വെക്കും. കാരണം നമ്മൾ എപ്പോഴും കളർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഓയിൽ സോല്യൂബിളായ കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഓയിൽ സോല്യൂബിളായ കളർ അതിനകത്തേക്ക് എടുത്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലിനെ നമ്മൾ മാറ്റി വെക്കണം. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഇതേ രൂപത്തിലുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഓയിൽ ഇതിനകത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. അത് കളറിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കുറച്ച് മാറ്റി വെക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ സ്റ്റോൺ പൗഡർ, ഇതൊരു സെമി സോളിഡ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റോൺ പൗഡർ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫില്ലറായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്, സോപ്പിന് കുറച്ച് ഹാർഡ്നെസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം 150 ഗ്രാം ഒരു 500 ml കോക്കനട്ട് ഓയിൽ ഇതേപോലെ സാപ്പോണിഫൈ നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 150 ഗ്രാം സ്റ്റോൺ പൗഡറാണ് നമ്മൾ ഏകദേശം ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് പിന്നീട് സ്റ്റോൺ പൗഡർ കുറച്ച് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാം. കുറച്ച് ആഡ് ചെയ്യുക, നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് ഇളക്കി കൊടുക്കാം. ഓക്കെ, അങ്ങനെ കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കോക്കനട്ട് ഓയിലിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാം. ഓക്കെ,
നമുക്ക് ഇനി സ്റ്റോൺ പൗഡർ കുറച്ചുകൂടി ബാക്കിയുണ്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ലാസ്റ്റ്. ഓക്കെ, ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മളിതിനെ നന്നായിട്ട് ഇതിനകത്ത് ഡിസോൾവ് ചെയ്ത് വെക്കാം. നമുക്ക് ഏകദേശം ഇപ്പോൾ നന്നായിട്ട് ഇതിനകത്ത് ഡിസോൾവ് ചെയ്തു. ഇപ്പോൾ ഇനി നമ്മൾ നേരത്തെ കോക്കനട്ട് ഓയിൽ കുറച്ച് ഇതിനകത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നു. ഓക്കെ, അതിനെ നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് പെട്ടി ഡിഷിനകത്തേക്ക് കുറച്ച് എടുത്തിട്ട് നമുക്ക് ആദ്യം ഇതിനെ കളർ ഇതിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, നമ്മൾ മാറ്റി വെച്ച കോക്കനട്ട് ഓയിലായിരുന്നു, അതൊന്ന് കുറച്ചെടുത്തു. ഇനി ബാക്കിയുള്ള കോക്കനട്ട് ഓയിൽ നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ എടുത്ത ആ കണ്ടെയ്നറിലേക്ക് തന്നെ ആഡ് ചെയ്യാം. ഇനി നോക്കൂ, നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കോക്കനട്ട് ഓയിലിൽ നമ്മൾ ഓയിൽ സോല്യബിളായ കളർ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കളർ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിനകത്തേക്ക് ഒഴിക്കാം. നേരിട്ട് നമ്മളിപ്പോൾ ഈ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ കളർ എല്ലാ ഭാഗത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടില്ല. അപ്പോൾ നമ്മൾ ആദ്യം കളറിനെ എന്ത് ചെയ്യണം, ഓയിൽ സോല്യബിൾ ആയ കളർ, പലതരത്തിലുള്ള കളർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വാട്ടർ സോല്യബിളും അവൈലബിൾ ആണ്, ഓയിൽ സോല്യബിളും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ സോല്യബിൾ ആയ കളറാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വളരെ കുറച്ച് മാത്രമേ നമ്മൾ കളർ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ കളർ കൂടുതലായി കഴിഞ്ഞാൽ പിന്നീട് സോപ്പിൻ്റെ കളറും കൂടിപ്പോവും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് കളർ ഇതിനകത്തേക്ക് എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അതിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ഇതിനകത്ത് ഇങ്ങനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കി ചേർക്കണം. അതിനകത്ത് ഈ കളർ ആഡ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സോപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ കളർ വരില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഈ ഓയിൽ സോല്യബിളായ ഈ സോളിഡായ കളറിനെ നമ്മൾ ആ ഓയിലിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ കളർ ഈ ഓയിലിനകത്ത് ഡിസോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ നേരത്തെ എടുത്ത കോക്കനട്ട് ഓയിൽ സ്റ്റോൺ പൗഡർ കോക്കനട്ട് ഓയിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ കളർ അത്യാവശ്യത്തിന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ കളർ ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഓക്കെ, ഈ കളർ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഇതിനെ സ്റ്റിർ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ കളർ ഡിസിപ്പേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സോപ്പിൻ്റെ പല ഭാഗത്തും പല കളറായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കളറ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. വളരെ കുറച്ച് കളർ ആഡ് ചെയ്യാം. പക്ഷേ കൂടുതൽ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ മുകളിൽ വന്നിട്ട് കളർ ഇങ്ങനെ കൂടുതൽ ഉണ്ടാകുന്നത് കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മതിയായ കുറച്ച് കളർ മാത്രം ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നോക്കൂ, ഈ കളർ നന്നായി ചേർത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇനി സാപ്പോണിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ നമ്മൾ 5 hour മുമ്പേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിനെ 250 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ല ക്ലിയർ സൊല്യൂഷനായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ, നല്ല ക്ലിയർ സൊല്യൂഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് സാപ്പോണിഫിക്കേഷൻ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സാപ്പോണിഫിക്കേഷൻ നടക്കും. അങ്ങനെ സാപ്പോണിഫിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ഇതിനെ ഇളക്കിയെടുക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മളെ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നമ്മൾ 5 മണിക്കൂർ മുമ്പേ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണിത്. അപ്പോൾ നന്നായിട്ട് നല്ല കോൾഡ് സൊല്യൂഷനായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോക്കനട്ട് ഓയിലിനെ സാപ്പോണിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, 250 ml 90 gram സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇപ്പോൾ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. 250 ml അതാണ് ഇപ്പോൾ നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ 500 ml കോക്കനട്ട് ഓയിലിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മൾ നന്നായിട്ട് ഇതിനെ ഇളക്കണം. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല കട്ടിയുള്ളൊരു സൊല്യൂഷനായിട്ട് മാറും. അതൊരു സെമി സോളിഡ് ആയിട്ട് മാറുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഓക്കെ,
അപ്പോൾ സാപ്പോണിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ സാപ്പോണിഫിക്കേഷൻ നടക്കും. അങ്ങനെ ഒരു സെമി സോളിഡ് ആയിട്ട് മാറുന്നത് വരെ ഉണ്ടോ. അപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം നല്ല നല്ല കട്ടിയുള്ള സൊല്യൂഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെമി സോളിഡ് ആയിട്ട് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് ഇളക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തേക്ക് നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യണം, പെർഫ്യൂം ആഡ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല ഒരു സെമി സോളിഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. നല്ല സെമി സോളിഡ് ആയിട്ട് മാറിയിട്ടുണ്ട്, നല്ല തിക്ക് സൊല്യൂഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി വെക്കാം. നോക്കൂ, നമുക്ക് ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, ഈ സോപ്പ് ഉണ്ടാക്കാൻ പ്രധാനമായിട്ടും 4 പ്രോസസ്സുകളാണുള്ളത്. ഒന്ന് മെൽറ്റ് ആൻഡ് പോർ മെത്തേഡ്, രണ്ടാമത്തത് കോൾഡ് പ്രോസസ്സ്, മൂന്നാമത്തത് ഹോട്ട് പ്രോസസ്സ്, നാലാമത്തത് റീബാച്ചിങ്. ഇങ്ങനെ 4 മെത്തേഡുകളാണ് പ്രധാനമായിട്ടും സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിലിപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൾഡ് പ്രോസസ്സാണ്. ഓക്കെ, അങ്ങനെ നോക്കൂ, ഇതിനകത്ത് ഏകദേശം നല്ല സെമി സോളിഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് എന്താ ആഡ് ചെയ്യാം നോക്കൂ, ഇതിനകത്തേക്ക് നമ്മളെ പെർഫ്യൂം ആഡ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു ഇത്ര പെർഫ്യൂം ആഡ് ചെയ്യണം, അപ്പോഴേ നല്ല സ്മെല്ല് ഉണ്ടാവുള്ളൂ അതിനകത്ത്. ഓക്കെ, ഓക്കെ, പെർഫ്യൂം ആഡ് ചെയ്തിട്ടും നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. നോക്കൂ, അപ്പോൾ നമ്മളെ പ്രോസസ്സ് ഏകദേശം കഴിയാറായി. ഇതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, മോൾഡിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നോക്കൂ, ഇനി നമുക്ക് അടുത്തത് ഇതിനെ മോൾഡിലേക്ക് ഒഴിക്കാം. അപ്പം നല്ല സെമി സോളിഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഈ മോൾഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നോക്കൂ, ഈ മോൾഡിനെ നമ്മൾ ആദ്യം കുറച്ച് ഇത്തിരി കോക്കനട്ട് ഓയിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കണം. ഞാൻ കുറച്ച് പെട്ടി ഡിഷിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, അതിനകത്ത് ഈ മോൾഡിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ഇത് കുറച്ച് തേച്ച് കൊടുക്കണം. ഓക്കെ, അങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രമേ പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് സൈഡിൽ പറ്റി പിടിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ മോൾഡ് നമ്മൾ നല്ല ഒരു ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ വെക്കുന്നത്, ഗ്ലാസ് പ്ലേറ്റിൽ വെക്കാം, അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയ സർഫസിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ മോൾഡും ഇതേപോലെ അതിൻ്റെ ഉൾഭാഗം കുറച്ച് കോക്കനട്ട് ഓയിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് സോളിഡിഫൈ ചെയ്യാതെ പുറത്തേക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മൾ എല്ലാ മോൾഡിലും അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ കുറച്ച് പുരട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 2 രൂപത്തിലുള്ള മോൾഡുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കുമ്പോൾ ഇപ്പം നല്ല ശരിക്കും നല്ലൊരു സെമി സോളിഡ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മോൾഡിനകത്തേക്ക് ഇത് ഒഴിച്ചു വെക്കാം. നമുക്ക് ഏകദേശം നമുക്ക് ഒരു 900 ഗ്രാം നമുക്ക് സോപ്പ് നമുക്ക് ഇതേ രൂപത്തിൽ 500 ml കോക്കനട്ട് ഓയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ സ്മൂത്തൻ ചെയ്യാം. അപ്പോൾ കറക്റ്റ് നല്ല ഷേപ്പിൽ നമുക്ക് ഇതിന് കിട്ടും. ഇനി നമുക്ക് നോക്കാം, നമുക്ക് ഈ അടുത്ത മോൾഡിനേക്കും ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മൾ മോൾഡിന് അകത്തേക്ക് 2 തരത്തിലുള്ള മോൾഡുകൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 രൂപത്തിലുള്ള മോൾഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്രിപ്പയർ ചെയ്ത സാപ്പോണിഫിക്കേഷൻ നടത്തിയ ആ മിക്സ്ചർ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ചു. നോക്കൂ, മുകൾ ഭാഗം നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കെയിൽ കൊണ്ട് നമ്മളിതിനെ വടിച്ചു കൊടുത്താൽ മതി. ഒരു സീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് നല്ല സർഫസ് നമുക്ക് കിട്ടും. ഓക്കെ,
നോക്കൂ, ഇപ്പോഴും നമുക്കറിയാം ഇതിനകത്തുള്ള സാപ്പോണിഫിക്കേഷൻ പ്രോസസ്സ് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം കാർബണേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സോഡിയം കാർബണേറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വൈറ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ എയറുമായിട്ടുള്ള കോൺടാക്ട് നമ്മൾ ഇല്ലാതാക്കുക. അപ്പോൾ നമുക്ക് ആ സോഡിയം ഹൈഡ്രോക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡുമായുള്ള റിയാക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വൈറ്റ് ആയ ഒരു അപ്പിയറൻസ് അതിന് മുകളിൽ ഇല്ലാതെ നമുക്ക് നല്ല വൃത്തിയിൽ നമുക്കിതിനെ കിട്ടും. ഇനി നോക്കൂ, നമുക്ക് അടുത്തത് ഇവിടെ ശ്രദ്ധിക്കാനുള്ള പോയിന്റ്, ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഇത് ശരിക്കും ഒരു സോളിഡ് ആയിട്ട് മാറും. 3 മണിക്കൂറിൻ്റെ അത്യാവശ്യം അതിനകത്ത് സാപ്പോണിഫിക്കേഷൻ നടക്കും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ മോൾഡ് എടുത്ത് ഇതിനകത്ത് ഒഴിവാക്കി വെക്കാം. അങ്ങനെ മോൾഡ് എടുത്ത് ഒഴിവാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പറിൽ നമ്മളിതിനെ പൊതിഞ്ഞ് നമ്മൾ ഈ സോപ്പിൻ്റെ കവറിലിട്ടിട്ട് നമ്മൾ ഏകദേശം 12 ദിവസം, മിനിമം 12 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സോപ്പ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഓക്കെ, നമ്മൾ ഈ മെൽറ്റ് ആൻഡ് പോർ മെത്തേഡിൽ നമ്മൾ ഏകദേശം ഇതേപോലെ 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മളെ ഈ കോൾഡ് പ്രോസസ്സിൽ നമ്മൾ ഏകദേശം സോപ്പ് ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ ഏകദേശം ഈ മോൾഡ് എടുത്ത് ഒഴിവാക്കാം. അതിനുശേഷം ഒരു 12 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കോൾഡ് പ്രോസസ്സിൽ നമ്മൾ പിന്നീട് സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അർത്ഥം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്ന് നമ്മൾ സോപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ മോൾഡിലേക്ക് ഒഴിച്ച ആ സോപ്പ് പ്രിപ്പയർ ചെയ്ത മോൾഡിലേക്ക് ഒഴിച്ചത് റെഡി ആയിട്ടുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മോൾഡ് എടുത്തിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പിന്നീട് ഒരു 10-12 ദിവസം നമ്മൾ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് നമ്മൾ അതിനെ കീപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് മോൾഡ് ഇതൊന്ന് എടുത്ത് നോക്കാം, ഇത് റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. നോക്കൂ, നമുക്ക് ഇത് 2 തരത്തിലുള്ള മോൾഡ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ടെഫ്ലോൺ മോഡാണ്, ഇത് സിലിക്കോൺ മോഡാണ്. ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആയതാണ്, ഇത് കുറച്ച് ഹാർഡായ മോൾഡാണ്. ഏതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്കിതെടുത്ത് പൊക്കി നോക്കാം. ഓക്കെ, കണ്ടോ, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഷേപ്പ് കിട്ടാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നൈഫ് എടുത്ത് നമുക്കതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വളരെ കറക്റ്റായിട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഈ സോഫ്റ്റ് മോൾഡ് നമ്മളെ എടുത്ത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഫ്ലെക്സിബിളായ മോൾഡ് താഴത്തു നിന്ന് ഇങ്ങനെ പൊക്കി നോക്കാം. നോക്കൂ, കണ്ടോ, നല്ല ഷേപ്പ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അതിനകത്ത് നല്ല കറക്റ്റ് അതിൻ്റെ ആ മോൾഡിൻ്റെ അതേ ഷേപ്പ് നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനടുത്ത് പുറത്ത് നമുക്ക് ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോഴാണ് ശരിക്കും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ആ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്.